അപ്പോൾ എല്ലാവരും വന്നിരിക്കുന്നത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വരുന്ന എല്ലാവരും കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കണം. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഫാസ്റ്റ് വെയിറ്റ് ലോസ് എന്നൊരു പ്രോസസ്സ് വളരെ ലിമിറ്റഡ് കേസാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി വെയിലാണ് വെയിറ്റ് ലോസ് നടക്കുന്നത്. അതായത് പട്ടിണി കിടന്നിട്ടല്ല വെയിറ്റ് ലോസ് ചെയ്യുന്നത്, ഒരുപാട് ബോഡിനെ സ്ട്രെയിൻ ചെയ്തിട്ടല്ല വെയിറ്റ് ലോസ് ചെയ്യുന്നത്. ബോഡിയുടെ രീതിയിലാണ് വെയിറ്റ് ലോസ് ചെയ്യുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് പ്രോസസ്സിലാണ് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. നമ്മൾ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ നല്ല ഹെൽത്തി ആയിട്ട് നല്ല സ്ലിം ആയിട്ട് ഡ്രിം ആയിട്ട് നമ്മുടെ നോർമൽ പാരാമീറ്ററിൽ എത്തുന്ന ഒരു വെയിറ്റ് ലോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വെയിറ്റ് ലോസ് ഫാസ്റ്റ് വേണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം, ഓൾറെഡി നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തികളാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ യൂസേജ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റിന്റെ യൂസേജ് നമ്മൾ ഏതൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് മെയിൻറ്റെയിൻ ആണെങ്കിലും പ്രൊഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് അതിൻ്റെതായ റിസൾട്ട് ലഭിക്കത്തുള്ളൂ. പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിൽ ഒരു പിശുക്കും നമ്മൾ കാണിക്കരുത്. എത്രയാണോ കോച്ച് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന മെഷർമെന്റ്, ആ മെഷർമെന്റിൽ ഡെയിലി ബേസിൽ യൂസ് ചെയ്യേണ്ട രീതിയിൽ കറക്റ്റ് സമയത്ത് യൂസ് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ, ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെയിലി ബേസിൽ മോണിറ്ററിംഗ് ആണ്. ചില ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട്, ഒരു മോണിറ്ററിംഗ് ഇല്ലാതെ കഴിക്കുന്നുണ്ട്. വെറുതെ വേസ്റ്റേജ് ഓഫ് പ്രൊഡക്റ്റ് ആണത്. നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്താൽ ഇപ്പം നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോയാൽ മാത്രമാണ് നമ്മുടെ വെയിറ്റ് ലോസ് അനുസരിച്ച് ഡയറ്റ് കീപ്പ് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ, ഡയറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഓരോ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മേ ബി നിങ്ങൾ ഒരു 3 ദിവസം പ്രോഗ്രാം ചെയ്തു, നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ ഫോർത്ത് ഡേയിൽ നമ്മൾ ഡയറ്റ് ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ആ ഡയറ്റ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായി ഡെയിലി ബേസിൽ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കണം. മോണിറ്ററിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് ലഭിക്കത്തുള്ളൂ. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ കാലറി മാനേജ്മെന്റ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് കഴിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് വെയിറ്റ് ലോസ് നടക്കത്തില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കാലറി മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കണം, എന്നാൽ മാത്രമാണ് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് കഴിച്ച് അതിനോടൊപ്പം തന്നെ നമ്മൾ നോർമൽ ഭക്ഷണങ്ങൾ വലിച്ചു വരി കഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല, ഫാസ്റ്റ് ആയിട്ട് നടക്കത്തില്ല. ഈ കാര്യം കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായി ഡെയിലി മോണിറ്ററിംഗിൽ ഇരുന്നാൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് വർക്കൗട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആവത്തില്ല. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ബേസിൽ മിനിമം ഒരു 45 മിനിറ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അത് മോർണിംഗോ ഈവനിങ്ങോ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യണം. ഡെയിലി ബേസിൽ വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമാണ് വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ മൈൻഡ് സെറ്റപ്പ്. നമുക്കൊരു മൈൻഡ് സെറ്റപ്പ് ഉണ്ടായിരിക്കണം. എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ മാസം ഇത്ര കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും. ആ ഒരു മൈൻഡ് സെറ്റപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് എനിക്ക് കുറേ ഉള്ളേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും വെയിറ്റ് ലോസ് നടക്കത്തില്ല. നിങ്ങൾക്ക് 100 ഗ്രാം വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാലും അത് ഹാപ്പി ആയിട്ട് എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വെയിറ്റ് ലോസ് നടക്കും. അതല്ല എനിക്ക് 100 ഗ്രാമേ കുറഞ്ഞുള്ളൂ, എനിക്ക് ഇത്രയേ കുറഞ്ഞുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. മൈൻഡ് സെറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മൈൻഡ് സെറ്റപ്പും നല്ല കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നല്ല വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. പിന്നെ നമുക്ക് റെസ്റ്റ് വേണം. നമ്മൾ എപ്പോഴും ഒരുപാട് ഹെവി വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് റെസ്റ്റ് വേണം. നമ്മൾ ആഴ്ചയിൽ 7 ദിവസം വർക്കൗട്ടിന് വേണ്ടി തന്നെ ചെയ്യരുത്, ഒരു ദിവസം നമുക്ക് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരത്തെ ഉറക്കം, അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങുന്നതോടെ വരെ നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ആ വൈകുന്നേരം കൃത്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ലഭിച്ചാൽ മാത്രമാണ് റിസൾട്ടും അത് കാണിക്കത്തുള്ളൂ. നിങ്ങളുടെ ഉറക്കത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് ലഭിക്കത്തില്ല. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഡെയിലി ബേസിൽ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. എങ്ങനെയാണ് വെയിറ്റ് പറയണത്, എങ്ങനെയാണ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഫാറ്റ് ലോസ് ആണ്, ഇഞ്ചസ് ലോസ് എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്താൽ പോലും ആ കുറച്ച് കഴിഞ്ഞ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രൊഡക്റ്റ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇപ്പൊ ഇത്രയും കേസ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഉച്ചത്തെ ലഞ്ച്. ഉച്ചത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും വൈകിട്ടും ഹെൽത്തി ന്യൂട്രീഷൻ ഷേക്കാണ് യൂസ് ചെയ്യണത്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ഡിന്നർ ആയിട്ടും വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രീഷൻ ഷേക്കാണ് യൂസ് ചെയ്യണത്. ഇത് പ്രോപ്പർ ഒരു കാലറി ഉണ്ട്, പ്രോപ്പർ ഒരു ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഒന്നും തന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കാലറി മാനേജ്മെന്റ് ആവാനായിട്ട് കൃത്യമായിട്ട് രാവിലത്തെ മോർണിംഗ് ഷേക്ക്, വൈകുന്നേരത്തെ ഡിന്നർ ഷേക്ക്, അത് പ്രോപ്പറാണ്, സയന്റിഫിക് ആണ്. അതിന്റെ നമ്മൾ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ പറഞ്ഞ അളവിൽ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങൾ കിട്ടും. പക്ഷെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലഞ്ചാണ്. ലഞ്ചിന് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസിൽ വ്യത്യാസം വരും. നമ്മൾ ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളെല്ലാവരും ഇപ്പോൾ രാവിലെ ഷേക്ക് എടുക്കുന്നുണ്ടും വൈകിട്ട് ഷേക്ക് എടുക്കുന്നുണ്ടും ലഞ്ച് നമ്മളെല്ലാവരും തന്നെ ലാവിഷായിട്ട് കഴിക്കുന്ന ആളുകളാണ്. ലഞ്ച് ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പോൾ ലഞ്ച് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്,
എന്താണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കേണ്ടത് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നു വെച്ചാൽ ആ ക്വാണ്ടിറ്റിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമാണ് പ്രോപ്പർ വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. രാവിലെ ഷേക്ക് എടുക്കുന്നു, വൈകിട്ട് ഷേക്ക് എടുക്കുന്നു, എന്നാൽ ഉച്ചയ്ക്ക് ഇതിൽ ആവശ്യമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രോഗ്രാം കൊളാപ്സ് ആയിട്ട് പോകും. അപ്പൊ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ലഞ്ചിന് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. ഫസ്റ്റ് ലഞ്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരേ മെത്തേഡ് ലഞ്ച് എടുക്കാതിരിക്കുക. ഇപ്പൊ ചില ആളുകൾ ചോറ് മാത്രം കഴിക്കും, ചില ആളുകൾ ചപ്പാത്തി മാത്രം കഴിക്കും, ചില ആളുകൾ അപ്പം മാത്രം കഴിക്കും. അങ്ങനെ എടുക്കാതിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. ഈ 7 ദിവസത്തിലും നിങ്ങൾ ലഞ്ച് ഷഫിൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരു ദിവസം ചോറ് കഴിക്കുക, അടുത്ത ദിവസം ചപ്പാത്തി കഴിക്കുക, അടുത്ത ദിവസം വെജ് സാലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് സാധനങ്ങളൊക്കെ ഷഫിൾ ചെയ്തെടുക്കുക. അത് കൃത്യമായിട്ട് ഷഫിൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് കുറച്ച് ഫാസ്റ്റ് എടുക്കും. ഒരേ ദിവസം സെയിം സാധനം തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോഡി അതുമായിട്ട് അറ്റാച്ച് ആയിട്ട് വരും. അപ്പൊ നമുക്കവിടെ വെയിറ്റ് ലോസ് പെട്ടെന്ന് ഒരു റിസൾട്ട് ലഭിക്കത്തില്ല, അല്ലെങ്കിൽ ഫാസ്റ്റ് റിസൾട്ട് ലഭിക്കത്തില്ല. അപ്പൊ എപ്പോഴും മിക്സഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി എപ്പോഴും കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പൊ എല്ലാ ദിവസവും ചോറ് എന്നല്ലാതെ, എല്ലാ ദിവസവും ചപ്പാത്തി എന്നല്ലാതെ എപ്പോഴും മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ എന്ത് കഴിക്കണം എന്നുള്ളത് എന്ത് വേണം, നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങൾ ഇന്നൊരു ചോറ് കഴിച്ചു, ഇപ്പൊ നാളെ എന്ത് കഴിക്കണം, അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റി അനുസരിച്ചിട്ട് അടുത്ത ഡയറ്റ് കോച്ച് പറഞ്ഞുതരും. അത് കൃത്യമായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അവിടെ 1-2 ദിവസത്തിൽ ശരിക്കും വ്യത്യസ്തം മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നല്ല രീതിക്ക് വെയിറ്റ് ലോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ വെയിറ്റ് ലോസ് നടക്കുന്നതാണ്. അപ്പൊ എപ്പോഴും ലഞ്ച് എടുക്കുമ്പോൾ ഒരേ സാധനം തന്നെ പിടിച്ചുകൊണ്ടിരിക്കാതെ എപ്പോഴും ഷഫിൾ ചെയ്ത് ലഞ്ച് എടുക്കുക. നെക്സ്റ്റ് വൺ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുമ്പോൾ മാക്സിമം നമ്മളൊരു 500-600 കാലറികൾ കൊള്ളിക്കുക. ഒരു 1000-ന് മേലോട്ടൊന്നും പോകരുത്, അല്ലെങ്കിൽ ഒരു 700-800 മേലോട്ട് പോകരുത്. ഒരു 500-600 കാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഫുഡാണ്. എപ്പോഴും ഉച്ചത്തെ ലഞ്ച് എടുക്കുമ്പോൾ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഭക്ഷണം എടുക്കുക. വയറ് മെത്തി കഴിക്കരുത്, ശ്വാസം മുട്ടുന്ന രീതിയിൽ കഴിക്കരുത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ എനർജിക്കും വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നേരെ തിരിച്ചടിച്ചു ശരീരത്തിൽ കാണിക്കും. അതുകൊണ്ട് വെയിറ്റ് ലോസ് ആണെങ്കിലും കൃത്യമായിട്ട് ഒരു 500-600 കാലറി എടുക്കുക. നിങ്ങൾക്ക് ഏതൊരു ഫുഡും 500-600 കാലറി എടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ചിക്കൻ ആണെങ്കിലും മീറ്റ് ആണെങ്കിലും റൈസ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും അതല്ലാതെ എന്ത് ഐറ്റം ആണെങ്കിലും നമുക്ക് ഒരു 500-600 എടുക്കാൻ പറ്റും. ആ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഈ കാലറി വരുന്നത്. അപ്പൊ ഏകദേശം എത്ര കാലറി വരും എന്നുള്ളത് ഇവിടെ കോച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കോച്ച് പറഞ്ഞുതരും. ഇപ്പൊ നിങ്ങളൊരു അപ്പം കഴിക്കുന്നുണ്ടെങ്കിൽ എത്രണ്ണം കഴിക്കണം, അതിൻ്റെ കൂടെ എന്ത് കറി കഴിക്കണം, അത് നിങ്ങളുടെ കോച്ച് ഒരു 500-600 കാലറിയിൽ ഡയറ്റ് ചാർട്ട് ചെയ്ത് തരും. അത് കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി ബേസിൽ അത് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ഡെയിലി എടുക്കുന്ന ഒരു ലഞ്ച് ഒരു 500-600 കാലറി എടുക്കുക. പിന്നെ ചില ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റാറുണ്ട്. ആ ടൈമിൽ നിങ്ങളുടെ കോച്ചിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഉച്ചത്തെ കാലറി ഈ ഒരു കാലറിയിൽ കൊള്ളിക്കുക എന്തെന്നുള്ളത് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ്, എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എടുക്കുക. എപ്പോഴും കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുക. ശരിക്കും നമുക്ക് 40% കാർബോഹൈഡ്രേറ്റ് ആണ് വേണ്ടത്. പക്ഷേ പ്രോട്ടീൻ്റെ അളവും കൃത്യമായ മാത്രമാണ് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. നമ്മൾ പ്രോട്ടീൻ കുറച്ച് എടുക്കും തോറും നമ്മുടെ വിശപ്പ് ഒരിക്കലും കൺട്രോൾ ആവത്തില്ല. വിശപ്പ് കൺട്രോൾ ആവാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കും, അവിടെ നമ്മുടെ വെയിറ്റ് ലോസ് കുളമാകും. അതുകൊണ്ട് എപ്പോഴും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക. എന്താണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ കോച്ചിനോട് ചോദിക്കുക. നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്ത് തരുന്നതാണ്. ഇപ്പം നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും എന്തെല്ലാമാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നുള്ളത് കോച്ചിന് അതിൽ കൃത്യമുള്ള ചാർട്ട് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സും നിങ്ങളുടെ ബോഡി പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് എന്തെല്ലാമാണ് വേണ്ടതെന്നുള്ളത് കോച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് പ്രോട്ടീൻ റിച്ച്, എത്ര കാലറി ഉള്ള ഭക്ഷണങ്ങളാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഞ്ച് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ മാക്സിമം ഓയിലി ഫുഡും അതുപോലെ തന്നെ ഫാറ്റി ഫുഡും അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസും മാക്സിമം ലഞ്ചിൽ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇതെല്ലാം കഴിച്ചതിന് ശേഷമാണ് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്, എക്സസ് വെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരം ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് അത് കൊടുക്കാതിരിക്കുക. ഓയിലി ഫുഡ്, ഫാറ്റി ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ് ഇതെല്ലാം ശരീരത്തിന് അത്ര നല്ല സാധനങ്ങളല്ല. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ബോഡി ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഒരുപാട് നോൺ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഫ്രൈ ചെയ്തൊന്നും കഴിക്കരുത്, അതുകൊണ്ട് ഒരു ഫാറ്റി ആയിട്ടും കഴിക്കരുത്, ഈ രീതിയിലൊന്നും കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ലഞ്ചിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ്, ഫ്രൂട്ട്സ് കഴിക്കാവുന്ന മിക്ക ആളുകളും ചോദിക്കുന്നുണ്ട് ലഞ്ച് ടൈമിൽ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ സാധിക്കുന്നതാണ്. ഫ്രൂട്ട് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ലഞ്ചിന് ഒരു അരമണിക്കൂർ മുന്നേ കഴിക്കുക. ഇപ്പം നിങ്ങൾ ലഞ്ച് ഒരു ദിവസം ചോറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലഞ്ചിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ ചോറ് കഴിക്കുക. നിങ്ങളുടെ ടൈം നോക്കിയിട്ട് ടൈം ഗ്യാപ്പ് നോക്കിയിട്ട് കഴിക്കുക.
ലഞ്ചിന് മുന്നേ കഴിക്കാൻ പറയണത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. ഇപ്പൊ ലഞ്ചിന് ശേഷമാണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണമെങ്കിൽ നമുക്ക് അവിടെ അസിഡിറ്റി ഫോം ആവും. കാര്യം ഫ്രൂട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും, മറ്റേതവിടെ ഡൈജസ്റ്റ് ആവാതെ കിടക്കും. അപ്പൊ അസിഡിറ്റി ഫോം ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ കഴിക്കാൻ പറയണത്. ലഞ്ചിന് മുന്നേ നമ്മൾ ഇത്തിരി ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഭക്ഷണം നമ്മൾ എടുക്കത്തില്ല, നമ്മൾ ഭക്ഷണം ലിമിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീക്കിലി വൺസ് ഫ്രൂട്ട് സലാഡ് എടുത്താലും കുഴപ്പമില്ല. ഫ്രൂട്ട് സലാഡ് എടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾ റോ ആയിട്ട് തന്നെ കട്ടായിട്ട് തന്നെ കഴിക്കുക. ജ്യൂസ് അടിച്ച് കഴിക്കാതിരിക്കുക. ജ്യൂസ് അടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് എല്ലാം പോകും, വെറും ഷുഗർ കണ്ടന്റ് മാത്രമാണ് വരത്തുള്ളൂ. അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എപ്പോഴും കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക. നമ്മുടെ ജ്യൂസ് അടിച്ച് കഴിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് നമുക്ക് ഒരു ദിവസം ഫ്രൂട്ട്സ് എല്ലാം എടുത്താലും കുഴപ്പമില്ല. സിമ്പിളാണ്. എന്തെല്ലാം ഫ്രൂട്ട്സ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സും തന്നെ കഴിക്കാം. കഴിക്കാൻ പാടാത്ത ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉള്ളൂ. അതല്ലാതിരിക്കുന്ന ആളുകൾക്ക് എല്ലാം തന്നെ എല്ലാ ഫ്രൂട്ടും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ വെജിറ്റബിൾ സാലഡ്. വെജിറ്റബിൾസും നമുക്ക് ഉച്ചയ്ക്ക് റൈസും ഇല്ലാതെയും ചപ്പാത്തി ഇല്ലാതെയും വെജിറ്റബിൾസ് മാത്രം നമുക്ക് യൂസ് ചെയ്ത് സാലഡ്സ് ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കുന്നതാണ്. കോണ്, അതുപോലെ വെജിറ്റബിൾസ്, ഇതെല്ലാം തന്നെ ഇട്ടിട്ട് സാലഡ്സ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോ കാലറിയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് കുറച്ച് ഫാസ്റ്റ് നടക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റെഡ് മീറ്റ് ഐറ്റംസ്. നമ്മൾ വെയിറ്റ് ലോസ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ലോസ് നല്ല പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ മാക്സിമം റെഡ് മീറ്റ് ഐറ്റംസ് ഒഴിവാക്കുക. ഇപ്പൊ നോൺ വെജ് കഴിക്കുന്ന സമയത്ത് ചിക്കൻ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. റെഡ് മീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഫിഷ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ചെറിയ ടൈപ്പുള്ള ഫിഷ് കഴിക്കുക. അത് നമ്മൾ ഫ്രൈ ചെയ്ത് ഒരുപാട് നശിപ്പിക്കാതെ കഴിക്കുക. മാക്സിമം കറി വെച്ച് കഴിക്കുക. ഇപ്പൊ ചിക്കൻ ആണെങ്കിൽ പോലും ഒരുപാട് ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുക. മാക്സിമം കറി വെച്ച് കഴിക്കുക. ഇതെല്ലാം നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ലഞ്ച് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ റെഡ് മീറ്റ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ്, ഇലക്കറികൾ. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോൾ ലഞ്ച് എടുത്തു കഴിഞ്ഞാലും മാക്സിമം ഇലക്കറികൾ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇലക്കറികൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ് കിട്ടും. ഫൈബർ കണ്ടന്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ ട്രാക്ക് പ്രോപ്പർ ആയിരിക്കും. ഡൈജഷൻ പ്രോപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വേസ്റ്റേജ് പുറന്നുള്ള സംഭവിക്കും. അതായത് നമ്മുടെ പ്രോപ്പർ ഡൈജഷൻ ഉണ്ടായാൽ മാത്രമാണ് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഇലക്കറികളോട് ആഡ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഡൈജഷൻ ട്രാക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡൈജഷൻ ട്രാക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മോഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കാനും നമ്മുടെ ശരീരത്തിലെ വേസ്റ്റേജിനെ പുറന്തള്ളാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇലക്കറികൾ എല്ലാ ലഞ്ചിന്റെയും കൂടെ ആഡ് ചെയ്യുക. എന്ത് ഇലക്കറി ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചിനോട് ചോദിക്കുക എന്തെല്ലാമാണ് ഇലക്കറി ആഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളത്. അത് നിങ്ങൾക്ക് തന്നെ എല്ലാം അറിയാൻ പറ്റും. ചീര ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ യൂറിക് ആസിഡ് ഉള്ള ആളുകളും തൈറോയ്ഡ് ഉള്ള ആളുകളും കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച് കറക്റ്റായിട്ട് ചോദിച്ച് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇലക്കറികൾ യൂസ് ചെയ്യാവുള്ളൂ. ചില അസുഖങ്ങളുള്ള ആളുകൾക്ക് ഇലക്കറികൾ എല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് കൃത്യമായിട്ട് നിങ്ങൾ കോച്ചിനോട് ചോദിക്കാം. നെക്സ്റ്റ് പ്രോബയോട്ടിക്. ഓൾറെഡി നമുക്ക് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ കമ്പനി പ്രോബയോട്ടിക് പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്. ആ പ്രോബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് തൈര്, മോര്, അതുപോലെ പുളിയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഇതിനകത്തെല്ലാം പ്രോബയോട്ടിക് ഉണ്ട്. പ്രോബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വയറിനകത്തെ ഗുഡ് ബാക്ടീരിയയുടെ കൾച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. നമ്മുടെ ഡൈജഷൻ ട്രാക്കിനെ പ്രോപ്പറായിട്ട് വെക്കാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡൈജഷൻ ട്രാക്ക് പ്രോപ്പർ ആയതുകൊണ്ട് നമ്മുടെ വെയിറ്റ് ലോസും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം പ്രോബയോട്ടിക്സ് ഉള്ള ഫുഡുകൾ ലഞ്ച് ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ചോറ് കഴിക്കുന്ന സമയത്ത് ചില ആളുകൾ നമ്മുടെ തൈര് കഴിക്കാറില്ലേ, വെറുതെ തൈര് കോഴി കുടിക്കാറില്ലേ, ഇതെല്ലാം പ്രോബയോട്ടിക് ആണ്. ഇത് നമ്മുടെ ശരീരത്തിന് നല്ല സാധനങ്ങളാണ്. അതുകൊണ്ട് പ്രോബയോട്ടിക്കുകൾ കണ്ട് കഴിക്കുക. ഇനി നിങ്ങൾക്ക് തൈരൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഹെർബൽ ലൈഫിന്റെ പ്രോബയോട്ടിക്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ ഗുഡ് ബാക്ടീരിയയുടെ കൾച്ചറിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആണ്. 2 ബില്യൺ ബാക്ടീരിയ ആണ് നമ്മളൊരു സാഷി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമ്മുടെ വയറിനെ വളരെ ഹെൽത്തി ആയിട്ട് വെക്കാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. വയറിലുണ്ടാവുന്ന ഗ്യാസ്ട്രിക് ആസിഡിറ്റിയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസോ ഗുളുകുളാൻ സൗണ്ട് എന്ന കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പ്രോപ്പറായിട്ട് നമ്മുടെ വയറിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പ്രോബയോട്ടിക്സ് കഴിക്കുക. അപ്പോൾ എന്തായാലും പ്രോബയോട്ടിക് കഴിക്കുക. അത് നമ്മൾക്ക് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ വെയിറ്റ് ലോസിനെ ഫാസ്റ്റ് ആക്കുന്ന കാര്യമാണ്. ഇനി ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ലഞ്ചിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ എന്ത് ലഞ്ച് കഴിക്കാമെന്നൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. നമുക്ക് എല്ലാ ലഞ്ചും കഴിക്കാം. നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ ലഞ്ച് കഴിക്കാം. ചോറ് കഴിക്കാം, അപ്പം കഴിക്കാം, ദോശ കഴിക്കാം, ഇഡ്ഡലി കഴിക്കാം, ബിരിയാണി കഴിക്കാം. ബിരിയാണി എന്നും കഴിക്കരുത് കേട്ടോ. ബിരിയാണി നിങ്ങൾക്ക് മന്ത്ലി വൺസോ ടോയ്സോ കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോച്ചിനോട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. പട്ടിണി കിടക്കാതിരിക്കുക. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ രാവിലെ നമ്മൾ ഷേക്ക് എടുക്കുന്നു, വൈകിട്ട് ഷേക്ക് എടുക്കുന്നു. 2 ടൈം നമുക്ക് കാലറി ആയി 250 കാലറി നമ്മുടെ ശരീരത്തിൽ കിട്ടി. ഓൾറെഡി 500 കാലറി നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഉച്ചത്തെ ഭക്ഷണത്തോടെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കൊരു BMR ലെവൽ ഉണ്ട്. ഈ BMR ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഇതിനെ ഒരുപാട് താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പട്ടിണിയിലോട്ട് പോകും. പട്ടിണി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യും. ഈ സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല.
അതുകൊണ്ട് എത്രയാണോ നിങ്ങളുടെ BMR ലെവൽ വേണ്ടത് അതിനനുസരിച്ച് കൃത്യമായിട്ട് ഭക്ഷണം ഇടണം. പട്ടിണി കിടക്കലല്ല ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ലോസ് നടക്കുന്നതാണ്. ഒരിക്കലും പട്ടിണി കിടക്കേണ്ട ഒരിക്കലും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. ചില കോച്ചുമാർ പച്ചവെള്ളം കൂടി ജീവിക്കാൻ പറയുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ട് വെള്ളം കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പട്ടിണിയാണെന്നുള്ള വെയിറ്റ് ലോസ് അല്ല. പട്ടിണി കിടന്നാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഹെൽത്ത് ഇഷ്യൂസ് വരും, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നടക്കത്തുമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ലഞ്ച് സെലക്ട് ചെയ്ത് കഴിക്കുക. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് എന്ത് ഭക്ഷണം എപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം കഴിക്കുക. അതല്ലാതെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് നടക്കത്തില്ല, വെറുതെ നിങ്ങളുടെ ആരോഗ്യം പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ട് നല്ല ലഞ്ച് സെലക്ട് ചെയ്ത് ബാലൻസ്ഡ് ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ലോസ് ഒരു മാസം നടക്കുന്നതാണ്. ഇപ്പം നമ്മുടെ കമ്പനി പറയുന്നത് ഒരു മാസത്തിൽ 4 to 5 kg വെയിറ്റ് ലോസ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ കൂടുതൽ വെയിറ്റ് ലോസ് നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാനുള്ള റിസൾട്ട് ലഭിക്കുന്നതാണ്, ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഹാപ്പിയായി ഹെൽത്തി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് സെക്ഷനിൽ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും.